ശ്രീ ഹരീഷ് വാസുദേവൻ, അതായത് ഈ പ്രേരണാക്കുറ്റം, ബലാത്സംഗ പ്രേരണാക്കുറ്റം എന്ന് പറയുമ്പോൾ അത്രയും ഗൗരവമേറിയ കാര്യമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് CBI അതിന്റെ ഡീറ്റെയിൽസ് ചെയ്ത് അതിന്റെ ഗ്രൗണ്ട് എന്താണെന്ന് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പൂർണ്ണമായും ഡീറ്റെയിൽസ് വന്നാൽ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? എനിക്ക് ഈ കേസിന്റെ വസ്തുതകൾ അറിയില്ല. ഇപ്പോൾ കോടതി ഏത് സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞതെന്നറിയില്ല. സത്യം ജയിക്കും എന്ന് മാത്രമേ ഈ കേസിൽ പറയാനുള്ളൂ. കുറ്റപത്രമാണ്, CBI കുറ്റപത്രമാണോ? അപ്പൊ തീർച്ചയായിട്ടും ആ കുറ്റപത്രത്തിൽ CBI ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നുള്ളത് പരിശോധിക്കണം. പ്രാഥമികമായി ഈ കേസിൽ എനിക്ക് തോന്നിയ, ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിന് എന്റെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം എന്ന ആ വാദം നിലനിൽക്കുന്നുണ്ട്, ആ കേസ് നിലനിൽക്കുന്നുണ്ട്. സത്യം എത്ര തന്നെ മൂടിവെച്ചാലും, എത്ര കാലം മൂടിവെച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അത് ഏതെങ്കിലും വിധത്തിൽ പുറത്തു വരും. അത് പുറത്തു വരട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്. കുറ്റപത്രം വായിക്കുകയാണെങ്കിൽ അതിന്റെ മറ്റു വിശദാംശങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായിട്ടും അതേപ്പറ്റി എന്റെ അഭിപ്രായം പറയാം. ഒരു കാര്യം കൂടി, കാരണം നമുക്കറിയാമല്ലോ, ഈ ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ വിധേയമായിട്ടുള്ള ഒരു കേസാണ്. അങ്ങനെ ഒരുപാട് കാലഘട്ടങ്ങളിൽ ഇത് രാഷ്ട്രീയമായിട്ടൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായതുകൊണ്ട് അതിലൊരു പരിണാമാവസ്ഥയിലേക്ക്, ഒരു നിയമ തലത്തിലേക്ക് അതിന്റെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അത് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നതാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഇതൊരു ട്വിസ്റ്റ് അല്ല. ഇതിന്റെ പ്രാഥമികമായ വസ്തുതകൾ മനസ്സിലാക്കുന്ന ആരും, നിയമം അറിയാവുന്ന ആരും, നിയമം മനുഷ്യത്വത്തിന്റെ രൂപത്തിലല്ല പ്രവർത്തിക്കുക, വസ്തുതകളുടെ രൂപത്തിലാണ്. ആ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഈ കേസിൽ നിയമം പോകേണ്ട വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ല എന്ന് നിയമം പഠിക്കുന്ന, നിയമം മനസ്സിലാക്കുന്ന ആർക്ക് ബോധ്യപ്പെടേണ്ട ഒരു സംഗതിയാണ്. അതിന്റെ സാമൂഹികമായ വശങ്ങളോ അതിന്റെ മറ്റു സംഗതികളോ വേറെ പരിഗണിക്കപ്പെടേണ്ടതാണ്. ക്രിമിനൽ നിയമത്തെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം വിചാരണയിൽ വരേണ്ട സംഗതിയാണ്. തെറ്റ് ചെയ്ത ആളുകൾക്ക് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ അവർ നിർബന്ധിതരായിരുന്നോ, അതിന് സാമൂഹികമായിട്ട് അവർക്ക് കാരണങ്ങളുണ്ടോ, അതിനകത്ത് ദാരിദ്ര്യം ഒരു പങ്കുവച്ചിട്ടുണ്ടോ, ഇതെല്ലാം വിചാരണയിൽ അന്വേഷിക്കപ്പെടേണ്ട സംഗതിയാണ്. പക്ഷേ പ്രാഥമികമായി വിചാരണയ്ക്ക് വരേണ്ട വസ്തുതകൾ വിചാരണയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളത് ഞാനൊക്കെ അന്ന് മുതൽ ഉന്നയിക്കുന്ന ഒരു വസ്തുതയാണ്. അത് കോടതിക്ക് മുമ്പിൽ വരുന്നെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഉന്നയിക്കപ്പെടുന്നതിന്റെ പേരിൽ മനസാവാച വിചാരിക്കാത്ത ജാതിപരമായ അധിക്ഷേപം തുടങ്ങിയ സംഗതികൾ, അല്ലെങ്കിൽ ലൈംഗികമായ സംഗതിയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാനൊക്കെ നിശബ്ദനായത്, ഇപ്പോഴും നിശബ്ദനായിരിക്കുന്നത്. ഏതായാലും വ്യക്തിപരമായി എന്നെ ഒന്നും ആക്രമിച്ചതിന്റെ പേരിൽ ഇതിന്റെ വസ്തുതകൾ പുറത്തു വരാതിരിക്കില്ല എന്നൊരാഗ്രഹം എനിക്കൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടാണ് ആ കേസ് അന്വേഷണം നടക്കുന്നതെങ്കിൽ ഈ വസ്തുതകളെല്ലാം പുറത്തു വരികയും അതെല്ലാം കോടതി വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. ശരി, വളരെയധികം നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ.